അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിൽ ബോംബിടുന്നതിനു വേണ്ടി ഇടത്താവളമായി സ്പെയിനിന്റെ വിമാനത്താവളങ്ങൾ US ബേസ് വിട്ടുകൊടുക്കണം. വിമാനങ്ങൾ വന്നിറങ്ങാൻ അവർക്ക് കൃത്യമായ പദ്ധതി ഉണ്ടാക്കി ഇറാനിലേക്ക് കുതിക്കാനായുള്ള അവസരം ചോദിച്ചപ്പോൾ സ്പെയിനിന്റെ പ്രസിഡന്റ് കൂടാതെ ആ നാടിന്റെ രാജാവൊക്കെ പറഞ്ഞു, നടക്കില്ല. ഇറാനിന്റെ മണ്ണിലേക്ക് തീ തുപ്പാനുള്ള വിമാനങ്ങൾ ഇവിടെ വന്നു പദ്ധതി ആവിഷ്കരിക്കണ്ട, ഇതൊരിടത്താവളമായി പരിഗണിക്കണ്ട എന്ന്. അങ്ങനെ ഇറാൻ യുദ്ധത്തിൽ എവിടെയെല്ലാമാണോ അമേരിക്കയെ ഒറ്റപ്പെടുത്താമോ അവിടെ മുഴുവനും ഒറ്റപ്പെടുത്തി നിലപാടിന്റെ രാഷ്ട്രീയം പറഞ്ഞ സ്പെയിൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ ആ വേൾഡ് കപ്പ് വിജയം അവരുടെ രാഷ്ട്രീയ മറുപടി കൂടിയായി കാണുന്നു രാഷ്ട്രീയ നിരീക്ഷകർ, ഈ നാടിലെ തത്വചിന്തകർ എന്നുള്ളതാണ്. ഓക്കാനിച്ച് വേണം വേണ്ടാക്കി സാക്ഷാൽ ട്രംപ് വേൾഡ് കപ്പിന്റെ സുവർണ കിരീടമെടുത്തു സ്പെയിനിന്റെ ആളുകൾക്ക് കൊടുക്കുമ്പോഴും കാണാം ബോഡി ലാംഗ്വേജിൽ ഒരതൃപ്തി. എന്തോ ആഗ്രഹിച്ച് എന്തോ വലിയ പ്രതീക്ഷിച്ചു വന്നിടത്തു നിന്ന് ഒരിടപാടിനും കൊള്ളാത്ത, ഞങ്ങളുമായി യാതൊരു വിധത്തിലുള്ള സഹകരണത്തിനും നിൽക്കാത്ത സ്പെയിൻ എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യത്തിന്റെ മുമ്പിൽ വേൾഡ് കപ്പ് എടുത്ത് എന്റെ രാജ്യത്ത് നിന്നുകൊണ്ട് കൊടുക്കേണ്ടി വന്നതിന്റെ നിസ്സഹായത സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്പെയിൻ വിജയിച്ചു കയറുന്ന അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോഴും ഗാലറിയിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന ട്രംപിലേക്ക്, ഫിഫ പ്രസിഡന്റിലേക്കൊക്കെ കണ്ണുകൾ പോകുമ്പോ, ക്യാമറ കണ്ണുകൾ പോകുമ്പോ അടപടലം അസ്വസ്ഥനായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് വീഡിയോയിൽ സാമാന്യബോധമുള്ളവർക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കളിയുടെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ. അങ്ങനെ രാഷ്ട്രീയമെന്നും ഉയർത്തിപ്പിടിക്കുന്ന അശരണതക്കായി, അവശതക്കാർക്കായി എന്നും നിരാലംബരുടെ കൂടെ കൃത്യമായി യൂറോപ്പിൽ നിന്നുകൊണ്ട് നിലപാട് പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം US ലോസ് ആഞ്ചലസിൽ തന്നെ നിന്ന് കപ്പുയർത്തിയത് വലിയ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം കൂടിയായി, കാലം കാത്തുവെച്ച സ്പോർട്സ് നീതിയായി കൂടി കാണേണ്ടി വരും നമുക്ക് എന്നുള്ളതാണ്. എന്തെല്ലാം കളികളാണ് വേൾഡ് കപ്പിൽ നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് വേൾഡ് കപ്പിൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നടന്നു കഴിഞ്ഞു പോയത്. അവസാനം കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ സ്പെയിനിന്റെ ചുണക്കുട്ടികൾ ലമീൻ യമാൽ എന്ന 19 വയസ്സുകാരന്റെ ചിറകിലേറി സുവർണ കിരീടം അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ഉയർത്തുമ്പോൾ അത് രാഷ്ട്രീയമായ നിലപാടിന്റെ വിജയം കൂടിയാകുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറയാം, സ്പെയിൻ അർഹിക്കുന്ന ഒരു വേൾഡ് കപ്പ് വിജയം അത് ഈ നാട്ടിൽ, ഈ ലോകത്ത് നേടാൻ അത് ഉയർത്താൻ ഏറ്റവും രാഷ്ട്രീയമായി അവർക്ക് സാധിക്കുന്ന വിജയകരമായ ഒരു നാട്ടിൽ വെച്ച് തന്നെ അത് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.